ഒക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. അമലേട്ടന് നല്ല കൈയ്യടി നമ്മളിപ്പോൾ കൊടുത്തു. ഒരു കൈയ്യടി കൂടി കൊടുക്കാം. പിന്നെ ഉള്ളത് രാജേഷ് ശർമ്മയാണ്. രാജേഷ് ശർമ്മയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് സിനിമയിലൊക്കെ വളരെയധികം സജീവമാണ്. അദ്ദേഹം നിരവധി തവണ ദേശീയ സംസ്ഥാന അവാർഡുകൾ, അതായത് മികച്ച നടനുള്ള അവാർഡുകൾ നേടിയ, മികച്ച സംവിധായകനുള്ള അവാർഡുകൾ നേടിയ നടനും കൂടിയാണ്. നല്ലൊരു കൈയ്യടി നമുക്ക് രാജേഷ് ശർമ്മയ്ക്ക് കൊടുക്കാം. നാടകം കാണാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. താങ്ക് യു. എന്താ ഇയാളെ കുറെ നേരമായിട്ട് ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇയാൾ ഈ ആളില്ലാത്ത സ്ഥലത്തെ ഈ അസമയത്ത് ഇവിടെ എന്തു ചെയ്യാൻ? അത് തന്നെ എനിക്കും ചോദിക്കാറുള്ളത്. അതേ സാഹചര്യത്തിൽ അതേ റീൽ പാളത്തിൽ നിങ്ങൾ എന്തിനു വന്നു? ഒരേ സ്ഥലം ഒരേ സമയം. കൊള്ളാം. എന്താ അതിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം ചോദിക്കാൻ ദേഷ്യപ്പെടല്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാ. രാത്രിയൊക്കെ അല്ലേ, ഭയങ്കര തണുപ്പാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ രസമല്ലേ ഇതൊക്കെ? ഞാനിവിടെ വന്നത് മരിക്കാനാ, ആത്മഹത്യ ചെയ്യാൻ, മുങ്ങി മരിക്കാൻ. ഈ നിറഞ്ഞ പുഴ കാലവർഷം കുടിച്ചു വീർത്ത് പെരുമ്പാമ്പിനെ പോലെ ഇഴഞ്ഞു വായുന്ന ഈ നിറഞ്ഞ പുഴ ഈ കഴുത്തിലേക്ക് 60 മൈൽ വേഗത്തിൽ വരുന്ന ഈ ചുഴിയിലേക്ക് ഞാൻ കണ്ണു അടച്ചെടുത്ത് ചാടുക. പിന്നെന്താ ചാടാത്തത്? അതിനെ പറ്റിയൊരു സ്ഥലം നോക്കി ഇരിക്കുകയായിരുന്നു. വല്ല തൂണിലോ കമ്പിയിലോ ഒന്നും തട്ടാതെ കൃത്യം ആ ചുഴിയിലേക്ക് തന്നെ എനിക്ക് വീഴണം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞാൻ ചാടാൻ തുടങ്ങുമ്പോൾ ഓരോ ചുഴി എന്നെ കടന്നു പോകും. പിന്നെ ഞാൻ എങ്ങനെ എടുത്ത് ചാടുന്നേന്ന്? അത് ശരി. അല്ല, നിങ്ങൾക്ക് എത്രയൊക്കെ ഭാരമുണ്ട്? 12 കിലോ. അല്ല, ഞാൻ അളന്നു നോക്കിട്ടൊന്നുമില്ല. 10-70. നീ ആരാ ചോദിക്കേ? ഞാനാണേലോട്ടെ. ഇത്രയും ഭാരമുള്ള ഒരാളെ ചുട്ടി തക്കാൻ പറ്റിയ ചുഴി
ഈ കാര്യത്തിന് കാണുമെന്ന് എനിക്ക് തീരെ തോന്നുന്നു. എന്നാലും ഞാൻ ചാടും. ഞാൻ മുഴുങ്ങി മരിക്കുക തന്നെ ചെയ്യും. കഷ്ടം. ഇവിടെ ജീവിതത്തിന്റെ ഈ മൂല്യവത്തായ ഈ സമയത്തെങ്കിലും കുറച്ചൊക്കെ ഒരു സെൻസ് ഉപയോഗിക്കണ്ടോ, കുറച്ച് ബുദ്ധി ഉപയോഗിക്കണ്ടേ? നിങ്ങൾ ഈ ചാടാനെടുത്ത വഴിയുണ്ടല്ലോ, മുങ്ങി മരണം, അത് ഭയങ്കര മോശപ്പെട്ട ഒരു സാധനമാണെന്ന്. മരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് എല്ലാ മരണവും ഒരുപോലെയല്ലേ? എല്ലാവരുടെ ഒരുപോലെ നല്ലതോ. ഒക്കെ വേണമെങ്കിൽ കത്തി കൊണ്ട് കുത്തി മരിക്കാം, അല്ലെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിൽ തലയും ഉടലും ഇങ്ങനെ വെച്ച് 4-5 കഷ്ണങ്ങളെ ചിഹ്നിച്ചു തരാം. എനിക്കുള്ള ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് ചാടിച്ചാവാം. അങ്ങനെ നോക്കുമ്പോ മരണങ്ങൾ ഓരോന്നും വ്യത്യസ്തങ്ങളാണല്ലോ. പക്ഷേ ബുദ്ധിമാനായ മനുഷ്യൻ ഇതിലേറ്റവും സുഖപ്രദമായ മരണം മാത്രമേ തിരഞ്ഞെടുക്കൂ. ഇത് കണ്ട, ഇതാണ് മോർഫിയ. മോർഫിയ കറുപ്പിന്റെ സത്ത. റൗൺസേ ഉള്ളൂ, ഇച്ചിരി കയ്പുണ്ട് കേട്ടോ. അതിന് വിഷമിക്കണ്ട. ഇത് കൽക്കണ്ട. ഇതിങ്ങനെ വായിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നു. ഈ കൽക്കണ്ട കൊടുത്ത് കറുമുറാന്ന് കടിച്ച് പൊട്ടിച്ചങ്ങ് തിന്നണം. പിന്നെ കയ്പേ കാണത്തില്ല. ഹലോ, ഇയാളെന്തിനാ കൈ കൊണ്ട് നടക്കുന്നത്? ഞാനും മരിക്കാൻ തന്നെയാണ്. ആത്മഹത്യ ചെയ്യാൻ, ആനന്ദ സമ്പൂർണമായ ആത്മഹത്യ. സത്യമാണോ നിങ്ങൾ പറയുന്നത്? ആ ചോദ്യം അത് നിങ്ങളുടേത് മാത്രമല്ല സുഹൃത്തെ, അതെന്റേതും കൂടിയാണ്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും അഭിമാനത്തെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. പക്ഷെ നിങ്ങൾ അതൊരിക്കലും എന്നോട് ചോദിക്കാൻ പാടില്ല. ഞാൻ സത്യം മാത്രം പറയുന്ന ഒരാളാണ്. അതെനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ, സുഹൃത്തെ. ഈ ആത്മഹത്യയുടെ പടിവാതിക്കൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടിയുണ്ടല്ലോ, നന്നായിരുന്നു. കൊള്ളാം. എന്തിനും ഒരു കൂട്ടുള്ളതൊക്കെ വളരെ നല്ലതാണെന്നല്ലേ? അയ്യോ സോറി, ഞാൻ എന്റെ പേര് പറഞ്ഞില്ല. നല്ല പേരാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു? മനോഹരമായ പനിനീർ പുഷ്പത്തെ നമ്മൾ മറ്റേതെങ്കിലും പേർ ചൊല്ലി വിളിച്ചാൽ അത് പനിനീർ പൂവല്ലാതെ ആകുമോ? ഇത് നല്ല ഫിലോസഫിക്കാണല്ലോ പറയുന്നത്. ഫിലോസഫിയൊക്കെ കൊള്ളാം. പക്ഷേ നിങ്ങൾ ആ മരണത്തിന് തിരഞ്ഞെടുത്തൊരു വഴിയുണ്ടല്ലോ, ഭയങ്കര മോശമാണ്. അതെ, മരണത്തെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം, ആത്മഹത്യയെ കുറിച്ച് സമഗ്രമായ ഒരു പഠനത്തിന് ശേഷമാണ് ഞാൻ ഈ മുങ്ങിമരണം സെലക്ട് ചെയ്തത്. എന്റെ അറിവിൽ മുങ്ങിമരണം പോലെ മനോഹരമായ മറ്റൊരു മരണമില്ല. എടോ, മരണത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറിയത്തില്ല. ഈ മോർഫിയ കഴിച്ചിട്ടുള്ളൊരു മരണമുണ്ടല്ലോ, അതൊരു മരണമേ അല്ല, അത് പ്രാർത്ഥനയാണ്, ഒരു ധ്യാനമാണ്, ഒരു നിർവൃതിയാണ്. ഈ മുങ്ങിമരണം എന്ന് പറയുന്നത് അത് മനോഹരമായ ഒരു ചലച്ചിത്ര പ്രദർശനം കാണുന്നത് പോലെ സുഖകരമാണെന്നാണ് എൻ്റെ അറിവ്. ആദ്യമൊക്കെ ചില ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാവും. അതിപ്പോ ഏത് കാര്യത്തിലാണ് ഇല്ലാത്തത്? ഇണചേരലിനകത്ത് പോലും. അതിനുശേഷം നമ്മുടെ ബോധം പൂർണ്ണമായിട്ട് മറഞ്ഞു വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ജനനം മുതൽ, ആ വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ ജീവിതാനുഭവങ്ങൾ ഒന്നൊന്നായിട്ട് അവന്റെ ഹൃദയഫലകത്തിലേക്ക് മിഞ്ഞു മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ മുകളിൽ അവാച്യമായൊരു ആനന്ദാനുഭൂതി. ഓക്കെ, അവസാന ഭാവമൊക്കെ കൊള്ളാം. പക്ഷേ അതിന്റെ തുടക്കത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതിന്റെ ആരംഭ നിമിഷങ്ങളിലെ പ്രാണവേദന, ചിന്തിച്ചു നോക്കും. പ്രാണവായുവിന് വേണ്ടിയുള്ള ശ്വാസകോശത്തിന്റെ ഒരു വെപ്രാളം, മൃദുമൃദുവായ ശ്വാസകോശത്തിന്റെ സൂക്ഷ്മരന്ധ്രങ്ങളിലേക്ക് ഇങ്ങനെ ചെളിമണ്ണും കലക്കവെള്ളവും കൂടി സ്നായുബന്ധുക്കളെയും കോശഭിത്തികളെയും ഞെക്കി ഞെരുക്കി പറിച്ചു കീറുമ്പോഴുള്ള ആ പ്രാണന്റെ ഒരു പിടച്ചിൽ, പ്രാണന്റെ ഒരു ഹലോ, പേടിച്ചു പോയില്ലേ?
മരിക്കാൻ വന്നയാളാ. അതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തന്നെ ആകെ പേടിച്ചു പോയി. നിങ്ങൾ പറഞ്ഞ ആദ്യ നിമിഷങ്ങളെ തരണം ചെയ്യാനുള്ള ഒറ്റമൂലി എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ച സാധനമാ. അതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടിയത്. പോലീസുകാർ കണ്ട നമ്മളെ രണ്ടുപേരെ പിടിച്ചോണ്ടൊക്കെ പോകും. ഒന്നാമത് സാധനം കിട്ടിയില്ലെങ്കിൽ അവന്മാര് മാറ്റി അടിക്കുന്നത്. 2 കോപ്പി ബ്രാൻഡുകൾ ഗുണം ചെയ്യും. ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടുന്നതിന് മുമ്പ് ഇത് മുഴുവനായിട്ട് കുടിക്കും. എന്നിട്ട് ഈ പാലത്തിന്റെ കൈവരിയിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പോഴേക്ക് എന്റെ ബോധം പൂർണ്ണമായും മറഞ്ഞിരിക്കും. ഞാൻ കണ്ണുമടച്ച് ഈ കയത്തിലേക്ക് ഒരൊറ്റാക്കം. അത് ആശ്വാസം തന്നെ. പക്ഷേ എന്റെ ഈ ഒരൗൺസിന്റെ ഗുണമെന്താണെന്ന് നിങ്ങൾ അറിയണം. ഇങ്ങനെ വായിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ആ കൽക്കണ്ടോ കൂടിട്ട് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ആ തോണിലേക്ക് ഇങ്ങനെ അട്ടിപ്പിടിച്ച് കയറി താഴേക്ക് ഇങ്ങനെ ഇറങ്ങും. ആ തോണിന്റെ താഴെ അവിടെ ഇങ്ങനെ ആ ഭീമിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. എന്റെ ഹൃദയത്തിന്റെ ബോധാബോധ മേഖലകൾ ഒന്നൊന്നായി അലിഞ്ഞലിഞ്ഞലിഞ്ഞ ഹലോ 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 നമ്മുടെ രണ്ടുപേരുടെയും അന്തിമ ലക്ഷ്യം ഒന്ന് തന്നെയാണല്ലേ? അതെ, അതാണ് അത്ഭുതവും. മരണത്തിന് തൊട്ട് മുമ്പ് എന്റെ ജീവിതത്തിലേക്ക് വന്ന അവസാനത്തെ കൂട്ടായ്മകൾ